ഹായ്, വെൽക്കം ടു ഡേ 8 ഓഫ് കോൺഷ്യസ് ആൻഡ് മൈൻഡ്ഫുൾ ലിവിങ്. ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ടാകാം, വായിക്കാത്തവരുണ്ടാവാം. പക്ഷേ നമ്മളുടെ സെൽഫ് ഹെൽപ്പിന് വേണ്ടിയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം കണ്ടെത്തുക. എന്നിട്ട് ഓരോ ദിവസം നിങ്ങൾ ഒരുപാട് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഓരോ ദിവസം കുറേശ്ശെ ഒരു പേജ് വെച്ച് നിങ്ങൾ വായിച്ചു തുടങ്ങുക. അത് പതിയെ 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 കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഇവിടെ നമ്മളില് റീഡിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മളവിടെ റീഡിങ് ഹാബിറ്റ് അല്ല ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഒരു മാറ്റം കൊണ്ടുവരണം, അതിന് വേണ്ടിയിട്ട് ഞാൻ പുസ്തകങ്ങൾ വായിക്കണം. അതായത് അവിടെ ഞാനാണ് മാറേണ്ടത്, എനിക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കുകൾ വായിക്കുന്നത് എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വായിക്കുമ്പോൾ നോവലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതല്ല, അത് വായിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പകരം സെൽഫ് ഹെൽപ്പ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബുക്ക്, എന്നെ സഹായിക്കുന്ന ഒരു ബുക്ക്. അതായത് നമ്മൾ മാറണം നമ്മുടെ ലൈഫിൽ. ഇനിയിപ്പോൾ നമ്മൾ വർക്കിംഗ് വുമൺ ആണെങ്കിലും വർക്കിംഗ് വുമൺ അല്ലെങ്കിലും നമ്മൾ വീട്ടിലുള്ളവരെ കാര്യമാണ് നോക്കുന്നതെങ്കിലും ഇപ്പോൾ പാരന്റിങ്ങിൻ്റെയൊക്കെ ഒരുപാട് നല്ല ബുക്കുകൾ കിട്ടും നമ്മളെ തന്നെ മാറ്റേണ്ടുന്ന. അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുക്കുകൾ കിട്ടും നമ്മളെ തന്നെ മാറ്റേണ്ടുന്നത്. എല്ലാം മലയാളത്തിലും അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഒരു ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ ചൂസ് ചെയ്ത ബുക്ക് ഏതാണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടാം. ഇപ്പൊ ഞാൻ കറന്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് സന്തോഷത്തിന്റെ സമവാക്യം എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അശ്വതി, നമ്മുടെ ആങ്കർ ഉണ്ടല്ലോ, അവരുടെ പേര് അശ്വതി ശ്രീകാന്ത്, അങ്ങനെയാന്ന് തോന്നുന്നു, കറക്റ്റ് അശ്വതി എന്നാണ് സ്റ്റാർട്ടിങ് നെയിം. ആ ആങ്കറിന്റെ ബുക്ക്. പുള്ളിക്കാരി ഇപ്പൊ ലൈഫ് കോച്ചാണ്, പക്ഷെ ആങ്കറിങ്ങും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര അടിപൊളിയായിട്ടൊരു ബുക്കാണ്. ഞാൻ ഇത് പറയല്ല കേട്ടോ, റിവ്യൂ പറയല്ല, പക്ഷെ നല്ല ബുക്കാണ്. അത് നമുക്ക് മനസ്സിലാക്കാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞു തരുന്ന ബുക്കാണ്. ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങളിൽ കൊണ്ടുവരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സജഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം, ഏത് ബുക്കാണ് ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ നല്ല ബുക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഇടുകയോ അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ റിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ആ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.